ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പാർട്ടീഷനിങ് എന്ന ടേമിനെ കുറിച്ചാണ്. പാർട്ടീഷനിങ് എന്ന് പറയുന്നത് നമ്മുടെ ഹാർഡ് ഡിസ്ക്, സെക്കൻഡറി സ്റ്റോറേജ് ഡിവൈസ് ആയ ഹാർഡ് ഡിസ്കിനെ പല പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പാർട്ടീഷനിങ് എന്ന് പറയുന്നത്. ഈ പാർട്ടീഷനിങ് മെയിനായിട്ട് ആവശ്യം വരുന്നത് വോയിസ് ഇൻസ്റ്റലേഷൻ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മൾ ഫസ്റ്റ് നമ്മുടെ അസംബിൾഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടറിനെ കുറിച്ചാണ് കഴിഞ്ഞ പ്രസൻറ്റേഷനിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്. ആ പ്രസൻറ്റേഷനിൽ ഹാർഡ് ഡിസ്കിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അത് അത്രയും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മെഷീനിലേക്ക് അതിനെ എങ്ങനെ പ്രവർത്തന സജ്ജമാക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്ന നെക്സ്റ്റ് സ്റ്റേജ്. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് OS ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. OS ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമേ ആ കമ്പ്യൂട്ടറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതനുസരിച്ച് ഈ OS ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹാർഡ് ഡിസ്കിനെ അത് ഒരു ടൂൾ കൊണ്ട് പാർട്ടീഷൻ ചെയ്യുന്നുണ്ട്. പാർട്ടീഷൻ ചെയ്താൽ മാത്രമേ നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമ്മുടെ ഡാറ്റ അതിൻ്റെ യൂസബിലിറ്റിക്ക് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പാർട്ടീഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ വെണ്ടർ അല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ മേടിക്കുന്ന സ്ഥാപനം നമുക്ക് സിസ്റ്റം തരുമ്പോൾ അവർ OS ഇൻസ്റ്റാൾ ചെയ്യും. ആ OS ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ OS ഇൻസ്റ്റാൾ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ഒരു പാർട്ടീഷൻ ടൂളുണ്ട്. അത് വെച്ചിട്ടാണ് അവർ ഒരു ഡ്രൈവ് പാർട്ടീഷൻ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് OS ഇൻസ്റ്റാൾ ചെയ്ത് തരുന്നു. OS ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസായ ഫോട്ടോഷോപ്പ്, വേർഡ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാം. അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഇൻസ്റ്റാൾ ആവുന്ന ഈ C ഡ്രൈവിലേക്കായിരിക്കും. അത്രയും ചെയ്തിട്ടായിരിക്കും നമുക്ക് തരുന്നത്. അതിനുശേഷം നമ്മുടേതായിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് വേണമെങ്കിൽ വിൻഡോസ് മീഡിയ പ്ലെയർ അങ്ങനെയുള്ള വിനാമ്പ് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യാം. അതുകൂടാതെ തന്നെ നമ്മൾ ഡാറ്റ പ്രോസസ്സിംഗ് ആയിട്ടുള്ള MS വേർഡ് അങ്ങനെയുള്ള ഡാറ്റ പ്രോസസ് ചെയ്യുമ്പോൾ ഫോട്ടോഷോപ്പ് അങ്ങനെയുള്ള തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അതിനകത്തുള്ള ഡാറ്റ നമ്മുടേതായിട്ടുള്ള പേഴ്സണൽ ഡാറ്റ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് മിക്കവാറും C ഡ്രൈവിലേക്കായിരിക്കും, അല്ലെങ്കിൽ മൈ ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ പിക്ചേഴ്സ് അങ്ങനെയുള്ള ഡെസ്ക്ടോപ്പ് അങ്ങനെയുള്ളതായിരിക്കും എല്ലാവരും പ്രിഫറബിൾ ആയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഒരു വൈറസ് അഫക്റ്റ് ചെയ്തെന്നിരിക്കട്ടെ, വെണ്ടർ ആണെങ്കിലും ആരാണെങ്കിലും ടെക്നിക്കൽ കൺസൾട്ടൻ്റ് ആണെങ്കിലും ഫസ്റ്റ് ഫോർമാറ്റ് ചെയ്യുന്നത് C ഡ്രൈവ് ആയിരിക്കും. അപ്പോൾ ഒറ്റ പാർട്ടീഷനേ ഉള്ളെങ്കിൽ നമുക്കൊരിക്കലും ആ C ഡ്രൈവിലെ ഡാറ്റ റിക്കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഡെസ്ക്ടോപ്പിൽ സ്റ്റോർ ചെയ്യുന്നതും ഡോക്യുമെൻറ്റ്സിൽ സ്റ്റോർ ചെയ്യുന്നതും എല്ലാം ഈ C ഡ്രൈവിലാണ് ബൈ ഡിഫോൾട്ട് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമ്മളൊരു എക്സ്ട്രാ ഒരു പാർട്ടീഷൻ ഉണ്ടാക്കണം. നമുക്കുണ്ടാക്കാൻ പറ്റും. അതിനുള്ള പാർട്ടീഷൻ ടൂൾസ് നമ്മുടെ OS തന്നെ തരുന്നതാണ്, അല്ലെങ്കിൽ തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർസ് ആയ പാർട്ടീഷൻ മാജിക് അങ്ങനെയുള്ള സോഫ്റ്റ്വെയർസ് നമുക്കുണ്ട്. അത് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന നമുക്ക് വേണമെങ്കിൽ ഒരു എക്സ്ട്രാ പാർട്ടീഷൻസ്, അതായത് ഇതിനെ ചുരുക്കി C ഡ്രൈവിനെ ചുരുക്കിക്കൊണ്ട് വേറൊരു ബാക്കിയുള്ള ഫ്രീ സ്പേസ് എടുത്തുകൊണ്ട് നമുക്ക് പുതിയ പാർട്ടീഷൻസ് ഉണ്ടാക്കി ഫോർമാറ്റ് ചെയ്തിട്ട് D ഡ്രൈവോ E ഡ്രൈവ് F ഡ്രൈവ് അങ്ങനെ എത്ര പാർട്ടീഷൻസ്, ഫോർ എക്സാമ്പിൾ ഫ്രീ ആയിട്ട് 60 GB ഉണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 20 ആയിട്ട് ഡിവൈഡ് ചെയ്തെടുക്കാം. ആ 20 ഒന്ന് സോങ്സിന് കൊടുക്കാം, സോങ്സ് ഡ്രൈവ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വീഡിയോ ഡ്രൈവ് എന്ന് കൊടുക്കാം, ഒരെണ്ണം പേഴ്സണൽ കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരുകൾ വെച്ച് വേണമെങ്കിൽ അതിനെ നെയിമിങ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്താ, C ഡ്രൈവ് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ എല്ലാം നമ്മുടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഡാറ്റ സ്റ്റോറേജിലേക്കാണ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. അതിൻ്റെ യൂസേജ് അനുസരിച്ചും അതിൻ്റെ ആൾക്കാരുടെ പേരനുസരിച്ചും നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു വിൻഡോസിലൊരു വൈറസ് അഫക്റ്റ് ചെയ്ത് ഡാറ്റ എല്ലാം പോയി. പിന്നെ വൈറസ് എന്തിനാണ് വിൻഡോസിൽ അഫക്റ്റ് ചെയ്യുന്നത്? വിൻഡോസ് എന്നത് CPU മെയിൻ പാർട്ടാണ്. അതിനെ അഫക്റ്റ് ചെയ്താൽ മാത്രമേ ആ സിസ്റ്റം വർക്ക് ചെയ്യാതിരിക്കുകയുള്ളൂ. അപ്പോൾ വൈറസ് എപ്പോഴും വിൻഡോസ് ഫയൽസിലായിരിക്കും അഫക്റ്റ് ചെയ്യുക. അപ്പോൾ എപ്പോഴും നമ്മൾ ഫോർമാറ്റ് ചെയ്ത് വിൻഡോസ് ഫോർമാറ്റ് ചെയ്തിട്ട് പുതിയ OS ഇൻസ്റ്റാൾ ചെയ്യും. അത്രയും കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നിങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ എപ്പോഴും D ഡ്രൈവിലോ അല്ലെങ്കിൽ E ഡ്രൈവിലോ അങ്ങനെയുള്ള ഡാറ്റ സ്റ്റോർ ചെയ്യുക. അതാണ് ഞങ്ങൾ ഈ പ്രസൻറ്റേഷൻ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് പ്രസൻറ്റേഷനിൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഡാറ്റ റിക്കവറി, ഡീഫ്രാഗ്മെൻറ്റേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അത് നെക്സ്റ്റ് വീഡിയോസിൽ ഞങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടൺ ഞെക്കുക, കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബട്ടൺ പ്രസ് ചെയ്യുക. എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ലേറ്റസ്റ്റ് വീഡിയോസ് കിട്ടണമെങ്കിൽ പിന്നെ നിങ്ങളുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. താങ്ക് യു.